യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു പിന്നെന്ത്? ഇല്ലല്ല അണ്ണ എന്ത് പറഞ്ഞാൽ എന്റെ കൂടെ ഞാൻ നിൽക്കും. ഞാൻ ഇവിടെ നോക്കട്ടെ. ആ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കണ്ണ് കാണുന്ന കണ്ണ് ഇങ്ങനെ ധ്യാനത്തിൽ നിൽക്കുന്ന പോലെ. നിന്റെ കണ്ണ് കാണണ്ടേ ക്യാമറയിൽ? അങ്ങനെ മറിയണത് ഇങ്ങനെ കണ്ണ് മാത്രം മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നിൽക്കുക. അതിന് കണ്ണ് മാത്രം ഇങ്ങനെ മയങ്ങി പോട്ടെ മുന്നോട്ട്. പ്രാർത്ഥനയിൽ പോട്ടെ. ശരിയാവുന്നില്ല. ശരിയാവത്തടാ. ഓക്കെ ആവുന്നില്ല. ഹലോ ഓക്കെ അല്ലേ? നോക്കെ നീ ഇവിടെ കണ്ണങ്ങനെ നീ ഇവിടെ എന്റെ കണ്ണങ്ങനെ പോവില്ല. നീ കണ്ണ് ചെറുതായി മയങ്ങുന്ന പോലെ അങ്ങനെയല്ലടാ. ഇങ്ങനെ മയങ്ങി പോകുന്ന മതി. നീ തന്നെ ഓക്കെ. എന്ത് ദുഷ്യന്തൻ? ആന്ധ്ര നീ തന്നെടാ. നീ തന്നെ അല്ല ദുഷ്യന്തന് ഇത്ര ഗ്ലാമർ ഉണ്ടോ? അങ്ങനെ ദുഷ്യന്തന് ഇത്ര ഗ്ലാമർ ഉണ്ടോ? ദുഷ്യന്തന് ഗ്ലാമറേ ഇല്ല. അതല്ലേ നിന്നോടാവാൻ പറഞ്ഞത്. അല്ല ഞാൻ പറയൂ നിന്നോടാവാൻ. എന്നാലും ഞാൻ നീ മതി കറക്റ്റ് ആണ്. എന്റെ വേഷം ദുഷ്യന്ത വേറെ ഉണ്ട്. ഇതിന് മേള ഞാനാണ് ദുഷ്യന്തൻ. ഞാനാണ് അളിയ. ഇതിന് മേലുള്ള വേഷം അളിയനുണ്ട്. അളിയെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കും. ഇവൻ ദുഷ്യന്തനായി കഴിഞ്ഞാൽ ഇവൻ കയറി കുതിര ചത്തുപോകും. എന്ത് ദുഷ്യന്തൻ? അല്ല അത് വേറെ ദുഷ്യന്തായിരുന്നു ഞാൻ. ചുമ്മാരി അത് ശരിയാവില്ല. അന്നേരം നിങ്ങളല്ലേ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു. നിന്റെ ആദ്യം ഞാൻ പറഞ്ഞതായി. അളി ഇതിന് മേളൊരു വേഷം ഉണ്ട് അളിയാ. ഇതിൽ വലിയ വേഷമാണ്. വലിയ വേഷം മേളില് അടിപൊളി വേഷമാണ്. മേലാണ് ദുഷ്യന്തന്റെ മേലാണ് എന്റെ വേഷം. ഉറപ്പാണല്ലേ? അതെ. അളി ഇത് മേലെ കിടന്ന് എനിക്ക് മെഴുകണം. പറക്കും അളിയൻ. അത്രേ ഉള്ളൂ. മേലാണെങ്കിൽ അത് ഞാൻ ചെയ്യാം. അത് വേണ്ട. ചുമ്മാ പറഞ്ഞു. മേലെ എന്റെ വേഷം അവൻ മെയിനാണ്. പക്ഷെ അതിന്റെ മേളാണ് അളിയുടെ വേഷം. അപ്പൊ ആരാ മേള അളിയെ മനസ്സിലായല്ലേ? അതാണ് അളിയ. ഞാൻ നിനക്ക് വേഷമല്ലേ. പക്ഷെ പുള്ളിയല്ലേ മെയിൻ. പുള്ളിയല്ലേ മെയിൻ. അല്ല നീ തന്നെ സാഹചര്യത്തിൽ ദുഷ്യന്തൻ. അപ്പൊ മേലെ ഞാനാന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാണ്? ഇത് നിന്റെ. അപ്പൊ ഞാൻ തന്നെ മെയിൻ. അളിന് വാളില്ല. അളിന് വാളല്ലാത്ത വേഷമാണ്. ഇതിന് മേളിലാന്ന് പറഞ്ഞില്ലേ? എന്നെ വിശ്വസിക്കളിയാ. തോക്കല്ല. അതിനും തോക്കൊന്നും വേണ്ട അളിയന്. അളിയല്ലേ പറക്കുന്ന വിശ്വസിച്ചിരിക്കട്ടെ. പിന്നെ അടിപൊളി വേഷമല്ലേ. ഈ വയറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഇതിങ്ങനെ തന്നെ നിൽക്കില്ലേ? ഈ ഷോൾ വെച്ച് കെട്ടിയാലോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കണ്ണൂമഷിയുടെ ആശ്രമമാണിത്. കണ്ണൂമഷിയുടെ ആശ്രമം. അപ്പൊ അവിടേക്ക് നമ്മുടെ ശകുന്തള കടന്നു വരികയാണ്. 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട് ഈ നാടകം. സെയിം ആണാ? പിന്നെ അന്ന് ആരാന്ന് അറിയുമോ ദുഷ്യന്തനെ? പിന്നെ ഞാൻ വെറുതെ നിങ്ങളെ ആലോചിച്ചപ്പോഴേ നീ ആദ്യം പറയണ്ട. എനിക്കറിയാം. എനിക്ക് കിട്ടും പോവായിരുന്നു. നറുക്കിട്ടാലേ എന്റെ പേര് വീഴുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ അനൗൺസ്മെന്റ് ഞാൻ ചെയ്യാം. പ്രിയ ക്ലാസ്സിലേക്കുകളെ, പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ നെൽസൺ സൂരനാണ്. ഞാൻ ബംഗാളിയോ? ബംഗാളി എന്ന് പറഞ്ഞാൽ 10 പരിപാടി കൂടുതൽ കിട്ടുള്ളൂ. പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ നെൽസൺ സൂരനാണ് എഴുതിയ ശകുന്തളം റീലോഡഡ്. ശകുന്തളെ ഈ തപോവനത്തിലേക്ക് ആഗതയായാലും നളദമയന്തി കഥയിലെ അരയെന്നും പോലെ പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. ശകുന്തളെ മൊഴിഞ്ഞാൽ. നമസ്കാരം, സ്വാഗതം. ഹലോ ബംഗാളി. ഈ ശകുന്തളത്തിൽ എവിടെ നിന്ന് ഈസ്റ്റേൺ? അതാണ് ഞാൻ നമ്മുടെ ശകുന്തള നാടകമില്ലേ അന്ന് റീക്രിയേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അതറിഞ്ഞില്ലേ? പറഞ്ഞില്ലായിരുന്നില്ലേ? അപ്പൊ എന്തായാലും വന്ന് പോയി. നമ്മുടെ ശകുന്തലായിട്ടൊന്ന് നമ്മളെ കൂടെ സഹകരിക്കാൻ പറ്റും. പിന്നെന്താ? പിന്നെ ഇനിയിപ്പോ ചാടി വീഴും പിള്ളേരെല്ലാരും. ദുഷ്യന്തൻ നോബി. അല്ല, സീരിയസ് ആയിട്ട് ഈ ശകുന്തളൊക്കെ ചെയ്യുമ്പോ അതിന്റെ സീരിയസ്നെസ് വേണം. ലാസ്റ്റ് ഇത് കോമഡിയോ? ഉടായ്പന് ഞാൻ ഇല്ല. ശകുന്തളാണെങ്കിൽ കൊച്ച് ശകുന്തളാണെങ്കിൽ ദുഷ്യന്തനായിട്ട് ഞാനും ഇല്ല. ഞാനുണ്ട് ദുഷ്യന്തനായിട്ട്. ഐശ്വര്യ റോയുടെ ഡേറ്റ് കിട്ടുന്ന ഞാൻ പിള്ളേരോട് ചോദിക്കാം. മോളെ മൂക്ക് നിൽക്കാവോ? ഒന്നും തോന്നരുത്, താല്പര്യമില്ല. പറ്റുമോ? പെട്ടെന്ന് പറ്റുമോ? ഇല്ല, പറ്റില്ല.
നിങ്ങളൊന്നും വേണ്ടടേ പിന്നെ നിങ്ങൾ വന്നാൽ ഞാൻ ഇപ്പം കളഞ്ഞിട്ട് പോകും. ഇല്ല ചേട്ടാ, പറ്റത്തില്ല. പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലേ ഉടായിപ്പോ. ഞാനില്ല. അയ്യോ, ഇവരാരും സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനാവാം. അല്ല വേണ്ട ലക്ഷ്മി വേണ്ട. എന്താ സൂർപ്പണകയല്ല നമുക്ക് പിന്നെ ശകുന്തളയാണ്. നമുക്ക് വേണ്ടത്. കേട്ടോ? ശകുന്തളയുടെ കുന്തൻ കിട്ടും. ഇത് എനിക്കറിയാം, വരാത്ത പേടിച്ചവന് എന്നോട് അഭിനയിക്കാൻ പേടിയുണ്ടാണ്. എന്റെ കട്ടക്ക് നിൽക്കാൻ പറ്റില്ല. അത് പക്ഷേ അവന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചുമ്മാ വരും, ഇപ്പൊ വരും. നീ ഒന്ന് പറഞ്ഞേ. ഏത് നീ ശകുന്തളയെ ഒന്ന് സ്വാഗതം ചെയ്യേ. ആകതയായാലും ഒന്ന് പറയാം വെച്ചിട്ടാണ് ഈ പിള്ളേരെ പറ്റിക്കാൻ. അല്ല ഒരു ചോദിച്ചില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ശകുന്തളെ ഈ തപോവനത്തിലേക്ക് ആഗതയായാൽ പ്രിയതമേ ശകുന്തളേ പ്രമദമാസസരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. പ്രിയതമേ ശകുന്തളേ പ്രമദമാസസരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. പറയുമോ ശകുന്തള വന്ന ശകുന്തള വന്ന ശകുന്തള വന്ന് നോക്ക്. മൊഴിഞ്ഞാൽ ഞാൻ ശകുന്തളയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ സിംഗുവേറ്റ് വീണ കാക്കയല്ല. ഇതെന്നെ കൊല്ലാൻ വേണ്ടി നാണക്കേടാണ് കേട്ടോ. ഇത്രയും ഇത് നമുക്ക് വേറെ ആർട്ടിസ്റ്റ് ഇടുക്കൂടാ. ഇത് സൂപ്പറാടാ, അടിപൊളിയാണ്. ഇത് തന്നെ മതി, ഇത് തന്നെ മതി, മതി. ആ ശരിക്കണ്ടല്ല ഈ ഞാവൽപ്പഴത്തിന് സാരി ഉടുപ്പിച്ചോ. ഷോൾ പിടിച്ചാണ് ഷോൾ പിടിച്ചാണ്. എന്താണ് കയ്യിലും ചുരുക്കാണ് നോട്ട് നോട്ട് ഇട്ടാണ്. എന്താടാ കയ്യിലും ചുരുട്ട് ആ പിടിച്ചാണ്. ആ. ഒരു മിനിറ്റ് എടുക്കല്ലേ. എന്റെ അമ്മയെ താണ്ട ദുഷ്യന്ത് അത് വല്ല പള്ളിയിലൊക്കെ പറഞ്ഞാ എന്നാടല്ലേ? പിടി 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 ഇത് പിടി. ഇത് ഏതായാലും വൈദ്യന്മാർ കൊടുക്കുന്ന ഗുളിക പോലെ ഇരിക്കണത്. പറയാൻ ഒറ്റ കാര്യം. ഇങ്ങനെ ഇങ്ങനെ ഒരു കാലിൽ ദർഭമുനമുണ്ട്. കാലിൽ ദർഭമുനമുള്ളൂ. ഗർഭം അത് വന്നു തീരുന്നതിന് മുമ്പ് അത് ശരിയല്ല. എന്താണ് അതിനൊക്കെ കുറച്ച് സമയം എന്താ? ഇങ്ങനെ ഗർഭമാനോ? അല്ല അത് ഞാൻ നോക്കട്ടെ. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. എന്ത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത് എന്റെ പ്രേക്ഷകർ എന്ത് പറയും? അപ്പൊ ഞാൻ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീ എന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്? എന്റെ പൊന്നെ, അതല്ല ദർഭമുന. ദർഭമുന എന്റെ ഗർഭമുന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജയസൂര്യ മേരിക്കുട്ടി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ വേഷം ചെയ്തത്. അപ്പൊ ഈ ഇതെങ്കിലും ചെയ്ത് അങ്ങ് ക്ലിക്കാവട്ടെന്ന് കണക്കാക്കി ഞാൻ അത് ക്ലിക്കാക്കി തരാം. നീ സഹകരിക്കും. എന്താ വിചാരിക്കുന്നത്? കേരളത്തിലുള്ള എല്ലാ പരസ്യങ്ങളുടെയും മോഡൽ ഞാനാ നിൽക്കുന്നത്. പരസ്യം ഏത് മോഡൽ? എല്ലാ മോഡലും വയലിൽ ഒരു പരസ്യം ഇങ്ങനെ പരസ്യം വെച്ചിരുന്നില്ലേ? അത് ഞാനല്ലേ ചെയ്തിരിക്കുന്നത്. ഏത്? മറ്റേ പെരിയാർ റൈസ് നെല്ലരിയുടെ അരിയുടെ പരസ്യം. അരിയിൽ പുഴുവായിട്ടാ. ഒരു കാര്യം ഞാൻ പുഴുക്കലരിയുടെ പരസ്യം അവിടെ. ആ സാരമില്ല, ഒറ്റക്കാലിൽ നിന്ന് ഒരു കാലിൽ ഇങ്ങനെ നിൽക്കണം. ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പാദം ഞാൻ അധികം നേരം ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നതല്ല. വെയിറ്റ് എനിക്ക് പറ്റില്ല. നോക്കണം. അല്ലല്ല, നിങ്ങൾ പാദം നോക്കിടാ. നോക്കി വെണ്ടി കഴിഞ്ഞ പാടം പോലെ കിടക്കും. വടിവത്ത സ്ത്രീകളെ നീ കണ്ടിട്ടില്ല. നോബി നാടകം കഴിഞ്ഞാലും വിടണ്ട, കൊണ്ടുപോയിക്കോ. അല്ല എന്നാലും ഇത് എന്റെ വേഷം ഇത് പൊരിക്കും ഞാൻ. ഇതിന് മേലുള്ള വേഷമാണ്. അളിയന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ പറക്കുന്ന വേഷമാണ്. പറഞ്ഞ ഉല്ലസിക്കും ഞാൻ. അതായത് എപ്പോഴും ഈ ശകുന്തളയെ ശല്യം ചെയ്ത് നടക്കുന്ന വില്ലൻ, മെയിൻ വില്ലൻ. വില്ലൻ. ഒരു തലക്കെട്ട് കെട്ടണം. തലക്കെട്ടില്ല, വണ്ടിന് തലക്കെട്ടില്ലല്ലോ. വണ്ട് അളിയന്റെ വേഷം വണ്ടാണ്. വണ്ടാ ഇതിന് മേലുള്ള വേഷം. മേളല്ലേ മേലെ പറക്കൂന്ന് പറഞ്ഞു. പിന്നെ മേലെ പറക്കുന്ന വേഷം പിന്നെ വണ്ടല്ലേ പറന്ന് നടക്കുന്നത്. ഇതിന് മേളിൽ പറക്കുന്ന വേഷമാണ് അളിയന്. ചെയ്തൂടെ? നേരത്തെ ഈ ദുഷ്യന്തനെ ഒന്ന് മറിക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ ഓക്കെയാണ് മനസ്സിൽ. വണ്ട് ചേടാ ഷൈൻ ചെയ്യാൻ നിനക്ക് സൂപ്പറാണ്. രണ്ട് കൊമ്പ് വെച്ചാൽ മതി. രണ്ട് കൊമ്പ് വെച്ചേ. നിങ്ങൾക്ക് 3 പേര് കൂടെ അഭിനയിക്കാൻ ഞാൻ ഒരാളെ ഉള്ളൂ. പിറ്റി ചീന്തരുത്. ശരിക്കും നെൽസൺ രക്ഷപ്പെടാൻ വേണ്ടി ഇവനെ വണ്ടാക്കിയല്ല 3D സിനിമയും കൂടി ആവും. വലുതായിട്ട് കാണാം. നോവിയെ വണ്ടാക്കാനൊക്കത്തില്ല. അതിന് വലിയ കൊമ്പഞ്ചല്ലിയായി പോകും. വണ്ടാവാൻ പറ്റത്തില്ല. അതായത് വണ്ടല്ലല്ലോ, കൊമ്പഞ്ചല്ലിയായി പോകും. വണ്ടിന് എൻട്രി മ്യൂസിക് ഉണ്ടോ? ആ എൻട്രി മ്യൂസിക് ഒരു കാര്യം, നീ വരുമ്പോ ഇങ്ങനെ മൂളിഞ്ഞ് വന്നാൽ മതി. ഞാൻ തന്നെ നീ തന്നെ മൂളിയാൽ മതി. എന്റെ അടുത്ത് പറയില്ല ഞാൻ വെട്ടിക്കൊല്ലും മണ്ടൻ. എന്റെ അടുത്ത് ഒന്നാ ഞാൻ എന്റെ അമ്മ കളിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട് സംഭവം? വെളിയ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീപ്പെട്ടി പോക്കറ്റ് കാരണം ഡാൻസ് ചെയ്തപ്പോ താഴെ പോകാതാണ്.
എടുക്കരുതേ വീഡിയോ എടുക്കരുതേ. അപ്പൊ എങ്ങനെ ശകുന്തള അത് ശകുന്തള വന്നാ ഞാനാ പിന്നെ ഇതിപ്പോ ഒന്നെന്താണ് അല്ല ഞാൻ അതിപ്പോ ഞാനാ ദുഷ്യന്തോ തോന്നി. ഇതിലും പേര് ഞാനാ. അല്ലല്ല ഞാൻ പറയാൻ വന്നത് ഈ ഒരു നല്ലൊരു കഥ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞ ഇവിടെ നിങ്ങൾ സ്കിറ്റായിട്ട് കളിക്കേണ്ടതല്ല ഇത് നെൽസൺ ചേട്ടൻ ഒരു സിനിമയാക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പറയട്ടെ എന്നെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യണം. മനസ്സിലായ? കാരണം ഇത് ചെറിയൊരു സ്കിറ്റിൽ നിങ്ങൾ ഒതുക്കരുത്. കാരണം നിങ്ങൾ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അവാർഡുള്ള സ്കോപ്പ് ഉണ്ട്. സിനിമയായി കഴിഞ്ഞാൽ തങ്കത്തിനെ മാറ്റും വേറെ നല്ല ഏതെങ്കിലും പെൺകുട്ടിയാണ്. അല്ല അത് ശരിയല്ല. അതെന്താ? കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നായിക ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുങ്ങി വന്നതാ. അത് ഇവിടെ ആരെങ്കിലും തയ്യാറായോ? ഈ കൊച്ചു ഉൾപ്പെടെ ആരെങ്കിലും തയ്യാറായോ? തയ്യാറാവത്തില്ലെന്ന് അറിയുകൊണ്ട് അതുകൊണ്ടല്ലേ തങ്കത്തിനെ ആക്കിയത്. ഞാൻ ഒരുങ്ങി വന്നത്. അപ്പൊ സിനിമയിൽ ഞാൻ ചെയ്യാം. സിനിമ പക്ഷെ സിനിമയിൽ പണ്ട് തന്നെയാണ്. വേണ്ട അത് ഗ്രാഫിക്സ് ആയിരിക്കും. ആണോ? എന്നാ ബീഡി തീപ്പെട്ടി ശകുന്തളയ്ക്കോ. അപ്പൊ നിങ്ങൾ എന്നെ ശകുന്തളയാക്കില്ല. അപ്പൊ ചായക്കടയിൽ വെള്ളം കോരിയെങ്കിലും ഞാൻ ജീവിക്കാം. ശകുന്തളയെ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് എന്താണിത് ഈ കുടം ഇങ്ങനെ പിടിച്ച് കയ്യിലെ ചെളിയാണ് ഇവിടെയൊക്കെ കളറൊക്കെ മാറിയല്ലോ എന്താ കുടത്തിന്റെ ഭംഗിയൊക്കെ പോയല്ലോ. മിക്കവാറും ഇതിലെ കളർ ഇങ്ങോട്ട് മാറാനേ സാധ്യതയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ സാധ്യതയില്ല. എന്തൊക്കെ പറഞ്ഞാലേ ഈ ശകുന്തളയുടെ കാര്യം നമ്മൾ എടുത്ത് പറയണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടോ ആ കുടം ഒന്ന് മാറ്റി വെക്കി എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് നടക്കുവോ? എങ്ങനെ? ഒന്നും കൂടെ കാണട്ടെ. നടക്കാം. അല്ല മ്യൂസിക് ഇടണം. മ്യൂസിക് ഇട്ടരാം. എന്റെ വയറ്റത്തിൽ എന്താണ് ചമ്മന്തി ഇറക്കുന്നില്ല. പ്രിയതമേ ശകുന്തളേ പ്രമദമാസസരസിൽ നീന്തും ഒരു ടക്ക് ടക്ക് പ്രണയഹംസമല്ലേ നീ ശകുന്തളേ ഒരു ടക്ക് ടക്ക്. ഇനി ആ കുടം ഒന്ന് താഴെ വെച്ചിട്ട് അയ്യോ ഷോ ഞങ്ങളുടെ തങ്കക്കുട്ടിക്ക് ഞങ്ങളുടെ തങ്കോൾക്ക് കണ്ണു പറ്റാണ്ടിരിക്കട്ടെ. ഷോ ഓക്കെ തങ്കച്ചൻ എന്നെ എവിടെ ഇരിക്കും? തങ്കച്ച എന്തായാലും മേക്കപ്പ് ഇട്ടല്ലേ ഇത്രയും ഒരുങ്ങാൻ കഷ്ടപ്പെട്ട് എത്ര സമയം എടുത്തടാ? ഇത് അരമണിക്കൂർ. അരമണിക്കൂർ എടുത്തു. അപ്പൊ എന്തായാലും ഒരുങ്ങി ഇവിടം വരെ വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. കൊണ്ട് വയലിൽ വയ്ക്കാം. അതാകുമ്പോ കിളിയും വരൂല. അവരിതൊക്കെ ശമ്പളം കൊടുക്കും. അപ്പൊ വേറെ പ്രശ്നമുണ്ട്. വയലിൽ നശിപ്പിക്കാൻ പറ്റുന്ന പുഴുക്കൾ വരും. കൂട്ടുകാരൻ ഒറ്റക്ക് കാണുമ്പോ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട്. ആ സലാവിൽ അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. നന്നായിരുന്നു കേട്ടോ. ഇങ്ങ് മാറ്.